ദുരന്തർ മൂവി കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, പവർ ഡയറക്ഷൻ ലെവലായിരുന്നു ആ സിനിമയുടെ ഏറ്റവും പ്രത്യേകത. അതിലെ രൺവീറിൻ്റെ ഏറ്റവും മികച്ച അഭിനയം എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ആ സ്റ്റൈല് കംപ്ലീറ്റായിട്ട് ആ സിനിമയുടെ മൊത്തത്തിലുള്ളൊരു ചട്ടക്കൂട് തന്നെ ആ സിനിമയെ എടുത്ത് നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും അതിൻ്റെ ടൈമിംഗ് നീണ്ടുപോയതിനെ ബോറടിപ്പിക്കാതിരിക്കാനായിട്ടും അവർ കാണിച്ചിരിക്കുന്ന ലെവൽ. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ കാര്യം. രാഷ്ട്രീയമായിക്കോട്ടെ, മതമായിക്കോട്ടെ, ഭൂരിപക്ഷമായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, തങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും തെറ്റ് എന്നുള്ള അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അവർ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ന്യായീകരിക്കുന്നതോടും എന്തു പറ്റും, തങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് വരും കാലങ്ങളിൽ അനുഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും ഇവർക്കില്ല എന്നുള്ളത് നമുക്കതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രാഷ്ട്രീയമായിക്കോട്ടെ, മതമായിക്കോട്ടെ, വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന അവസ്ഥയിൽ അതിൽ തെറ്റാണ്, അല്ലെങ്കിൽ വർത്തമാനകാലത്തിൽ തെറ്റാണെങ്കിൽ അതിനെ തിരുത്തുവാനായിട്ടും ഇതിങ്ങനല്ല, പുതിയ രീതിയിലേക്ക് അതിനെ ആക്കണം, അല്ലെങ്കിൽ മികച്ച രീതിയിലേക്ക് ആക്കണം എന്ന് പറയുവാനുള്ള തൻ്റെ ഇടം വരുന്നിടത്തും അങ്ങനെ ജീവിച്ച് കാണിക്കുന്നിടത്തും മാത്രമാണ് മികച്ച ഒരു ജീവിത ലെവൽ മനുഷ്യർക്ക് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയല്ലാതെ ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവർ ചുഴിയിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് വർഷങ്ങളായിട്ടുള്ള മാനസിക ലെവലിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ദുരന്തർ 1 ആയാലും ദുരന്തർ 2 ആയാലും ഇതിൻ്റെ അകത്തെ രാഷ്ട്രീയം അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നതേ ഇല്ല. അത് നിങ്ങൾക്ക് തന്നെ വിട്ടു തന്നിരിക്കുകയാണ്. നമ്മുടെ യഥാർത്ഥ ലെവലിലൂടെ നമ്മുടെ ചരിത്രത്തെ വളച്ചൊടിച്ചിരിക്കുന്ന അവസ്ഥയും എന്നിട്ട് അതിനെ മറയാക്കിക്കൊണ്ട് അതിനെ ചുരുട്ടിക്കളഞ്ഞിട്ട് ഏറ്റവും അവരുടേതായ രീതിയിൽ സ്വാർത്ഥ താല്പര്യ വ്യക്തികളുടെ രീതിയിൽ എഴുതി വച്ചിരിക്കുന്ന ലെവലും മനസ്സിലായിക്കൊണ്ട് പോകുന്ന വ്യക്തികളുടെ എണ്ണം വളരെയധികം കൂടുതലുണ്ട്. ഇതിൽ നിന്ന് സത്യത്തെ കണ്ടെത്തിക്കൊണ്ട് എന്താണ് ശരി എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതിലൂടെ അതാണ് ഞാൻ വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇവിടെ ബോധമുള്ളവൾ അത് മനസ്സിലാക്കുവാനായിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെയും കാര്യം. യഥാർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് പോയിട്ട് ഒരു പഠനം നടത്തിക്കൊണ്ട് എന്താണ് ശരി എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ ദുരന്തർ എന്നുള്ള സിനിമയുടെ ഈ വിഷയങ്ങളെക്കുറിച്ച് നാം സംസാരിക്കുന്നതേയില്ല. പക്ഷേ ആദ്യത്തെ സിനിമയുടെ കൂട്ട് തന്നെ ഏറ്റവും മികച്ച ഒരു ഡയറക്ഷൻ പ്ലാനും മികച്ച ആക്ടിംഗ് ലെവലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഈ സിനിമയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് 4 മണിക്കൂർ നീണ്ടുപോയിട്ടും ആൾക്കാർ ഇരുന്ന് കാണുന്നതിൻ്റെ കാര്യം. 1 മണിക്കൂർ പോലുമായിട്ടുള്ള കാര്യങ്ങൾ കാണുവാനായിട്ട് ഇവിടെ ക്ഷമയില്ലാത്തടത്ത്, പണ്ട് സിനിമ കാണുവാനായിട്ട് എത്ര നാൾ വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും കാത്തിരിക്കുമായിരുന്നു. ആ സമയത്ത് വേറെ മീഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു ടിക്ടോക്ക് 1 മിനിറ്റ് പോലും കാണാൻ ക്ഷമയില്ല.